ഹലോ, നമുക്കിന്നൊരു അവിയൽ ഉണ്ടാക്കിയാലോ? വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അവിയലാണ്. ഞാൻ എൻ്റെ ഉള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി, അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 2 അല്ലി കറിവേപ്പില, 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അവിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് 2 പിടി തേങ്ങയാണ് എടുക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ജീരകമാണ്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചുവന്നുള്ളി ഒരു 6 അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മളുടെ വെജിറ്റബിൾസ് ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുടഞ്ഞിട്ട് കൊടുക്കണം. ഹാഫ് കുക്കായി വന്നതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങൾ ഈ അരപ്പും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിലുള്ള തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഗ്യാസ് ഓഫ് ചെയ്ത് തൈര് ആഡ് ചെയ്തിട്ട് നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ 1 ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ അതിൻ്റെ മേലെ സ്പ്രെഡ് ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.